നോമ്പ് തുറക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു പലഹാരം വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളക്കടല ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വെള്ളക്കടല കുറച്ച് വെള്ളമൊഴിച്ച് നേരത്തെ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റാണ് സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. 8 മുതൽ 10 മണിക്കൂർ നേരത്തേക്കോ അല്ലെങ്കിൽ രാത്രി സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാകും. അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ മാറ്റിയെടുത്തിട്ട് ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ വരുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. കടലയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരെണ്ണെടുത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അരച്ചെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഉടച്ചെടുത്താലും മതിയാകും. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങനെ ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇതുപോലെ ആകുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതെന്നിട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഉള്ളി ചേർക്കുന്നതിന് പകരം ഇതുപോലെ വഴറ്റി ചേർക്കുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്, സാധാരണ ജീരകം. പിന്നെ ഏകദേശം 3/4 ടീസ്പൂണോളം ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചാട്ട് മസാല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാകും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കടല വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു, അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതിയാകും, അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്താലും മതിയാകും. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടാനും സഹായിക്കും, നല്ലൊരു ബൈൻഡിങ് കിട്ടാനും സഹായിക്കും. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കയ്യിലൊന്നും ഒട്ടും തന്നെ പറ്റിപ്പിടിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ടാകും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബൈറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ ഒരു കൂട്ടിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് മുഴുവനായിട്ടും മൈദയിലോ മുഴുവനായിട്ടും കോൺഫ്ലോറിലോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പും 1 ടേബിൾ സ്പൂണോളൊക്കെ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് തിക്കുമല്ല ഒരുപാട് തിന്നുമല്ല, ആ ഒരു രീതിക്ക് വേണം കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ആ ഒരു മൈദയുടെ കൂട്ടിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ കവറിങ് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് അനക്കാനൊന്നും നിൽക്കണ്ട. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മറിച്ചിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോൾ ഞാനിതെല്ലാം തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചാക്കിയിട്ട് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം.
വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങോ ചിക്കനോ മുട്ടയോ ഒന്നും തന്നെ ആവശ്യമായിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഇരിക്കുക. പുറമേത്തെ കവറിങ് ഒരല്പം ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.